അപ്പോൾ മുതിര വെച്ചിട്ടുള്ള കറികൾ കഴിച്ചിരിക്കണോ? ഇത് എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ കറി കേട്ടോ. ഞാൻ ഉണ്ടാക്കലില്ല കേട്ടോ, എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഉമ്മ ഉണ്ടാക്കണുണ്ട്. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്താൽ കേട്ടോ. ആദ്യം മുതിരനെ നല്ലോണം വറുക്കണം കേട്ടോ. ഓട്ടയുടെ ചട്ടിയിലിട്ടിട്ട് നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിനെ മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം. അത് ഇങ്ങനെയല്ല കേട്ടോ കറിയൊക്കെ, ഇതിൽ കല്ലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് ആദ്യമൊക്കെ എൻ്റെ അമ്മ എന്താ ചെയ്യലെന്ന് വെച്ചാൽ ഉരലിലിട്ടിട്ട് കുത്തിയെടുക്കലിട്ടുണ്ട് അതിനത്. ഇപ്പോൾ പിന്നെ അത് മിക്സിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് ചതച്ചെടുക്കും കേട്ടോ. അങ്ങനെ ഓരോരോ തരി മണി ആയിട്ടല്ല നമ്മളത് പൊടിച്ചിട്ടാട്ടോ എടുക്കുക. ഞാൻ നല്ലോണം മുറത്തിലിട്ടിട്ട് ചേറി എടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കല്ലും അതിൽ കല്ലാളും അതിൻ്റെ പിന്നെ തൊലികളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ കാട്ടണം. പിന്നെ നല്ലോണം കഴുകി ഊറ്റണം കേട്ടോ. അത് കഴുകുമ്പോൾ തന്നെ അതിൻ്റെ തൊലികളൊക്കെ അതിൽ നിന്ന് തന്നെ പോവും. പിന്നെ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളകും പൊടിയും ഇട്ടിട്ട് തിളച്ച് വരുമ്പോൾ അതിക്ക് നമ്മൾ ഈ മുതിരനെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 2 തക്കാളിയും കട്ട് ചെയ്തെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനി മുതിര വെന്ത് കിട്ടുമ്പോൾ തന്നെ ഇതൊക്കെ അതിൽ കിടന്നിട്ട് റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇനി അടച്ച് വെച്ചിട്ട് അത് വേവിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അടച്ച് വെച്ച് വേവിക്കാൻ വെച്ച് ഇനി അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ തേങ്ങയും അതേപോലെ 3 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ടാണ് അരച്ചെടുക്കണത്. ഇതിട്ടിട്ട് മിക്സിയിലിട്ട് നല്ലോണം പേസ്റ്റാക്കി അരച്ചിട്ട് നമ്മൾ കറിക്ക് ഒഴിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കറി നല്ലോണം അടച്ച് വെച്ച് വേവിച്ചുകൊണ്ട് തന്നെ കറി മുതിരക്കെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി മുതിരേൻ്റെ ഇതിലേക്ക് നമ്മൾ അരപ്പ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യണത്. അത് ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി ഒന്ന് തിളച്ച് വരുമ്പോൾ അത് നമ്മൾ വാങ്ങി വെക്കും വേണം. അപ്പോൾ കുറച്ച് കട്ടി കൂടുതലാണ് അരച്ച അരപ്പിനല്ല, കുറച്ചും കൂടി വെള്ളം കൂട്ടിയിട്ട് വീണ്ടും വെള്ളം ചേർത്തിട്ട് പിന്നെ പാകത്തെ തിക്നെസ്സിനാക്കിയിട്ടോ. അത് ഇത്ര കട്ടിയിൽ നമുക്ക് ചോറിട്ട് കൊയ്ക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ നമുക്ക് കറി കൊയ്ക്കാൻ ഉള്ള രീതിക്ക് വെള്ളം ഒഴിച്ചിട്ട് റെഡിയാക്കിയിട്ടോ. ഇനി പിന്നെ നമ്മൾ ഇതിലേക്ക് താളിച്ച് ഒഴിക്കണം കേട്ടോ. ഉള്ളി താളിക്കലാണ്. കടുക് ഇട്ടിട്ട് ഒഴിക്കാതെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ ഞാൻ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന കണ്ടുകണത് ഉള്ളിയൊക്കെ വാട്ടിയിട്ട് അതിക്ക് കുറച്ച് കറി ലീവ്സൊക്കെ ഇട്ടിട്ട് ഒഴിക്കുന്ന കേട്ടോ. ഇനി ഇത് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. തിളച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതിലേക്ക് തിളപ്പ് ഉള്ളി ഒഴിച്ചു കൊടുക്കാൻ, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യട്ടെ. അപ്പോൾ തിളച്ച് വന്നപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് ഉള്ളി കട്ട് ചെയ്തതും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചോട്ടോ. ഇനി അത് ഒന്ന് നല്ലോണം വാടി കിട്ടിയാൽ നമ്മൾ കറിക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ മുതിരക്കറിൻ്റെ റെസിപ്പി. ഭയങ്കര സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റുള്ള കറി കേട്ടോ. ഞങ്ങൾ 90 കിഡ്സിനൊക്കെ ഇത് അറിയുണ്ടാവും ഈ കറി. ഇപ്പോഴത്തെ 2Kക്കൊന്നും ഇത് അറിയുണ്ടാവില്ല. ഞങ്ങളൊക്കെ ചെറുതാവുന്ന ടൈമിൽ ഇത് എപ്പോഴും ഉണ്ടാക്കുന്ന കറി കേട്ടോ. ഞങ്ങൾ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കറിയാണ് ഇതിനും. അപ്പോൾ നമ്മൾ അരപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.